ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ചെറിയ അരുവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബലമുള്ള ഇരുണ്ട പാറകളെപ്പോലും തകർത്തു മുന്നേറുന്നത് അവയുടെ ശക്തി കൊണ്ടല്ല, ഉത്സാഹം കൊണ്ടാണ്. ചിലപ്പോൾ ശക്തിയോടെ ഒഴുകും, ചില സ്ഥലങ്ങളിൽ വിശാലമായി ഒഴുകും, ചിലപ്പോൾ ഇടുങ്ങിയ ഞെരുങ്ങിയ വഴികളിലൂടെ സാവധാനമൊഴുകും. ചില സ്ഥലങ്ങളിൽ അരിച്ചിറങ്ങുന്നത് പോലെ ഇറ്റിറ്റു വീഴും. വെള്ളത്തിൻ്റെ ശക്തിയിലോ വലിപ്പത്തിലോ അല്ല, ഒഴുകുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഒഴുകിയെങ്കിലേ ജീവൻ നിലനിൽക്കും. നിന്നിലേക്ക് തന്നെ നീ ചുരുങ്ങിപ്പോകരുത്. ഞെരുക്കങ്ങളും പരിമിതികളും ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴും ഒഴുകുന്നത് നിർത്തരുത്. ഉറച്ച തീരുമാനമാണ് ജീവിതത്തിൻ്റെ മഹാരഹസ്യം. ആരെയും കൂടെ കണ്ടില്ലെങ്കിലും നിന്റെ അരുവികൾ ഒഴുകണം. ചില പാറകളെ നീ പിളർക്കണം. കുത്തി ഒഴുകുവാനുള്ള ശക്തി നിനക്കില്ലെങ്കിൽ തുള്ളി തുള്ളിയായി ഒഴുകണം. ഒഴുകുന്ന നീർച്ചാട്ടത്തിനാണ് ഭംഗിയും ജീവനുമുള്ളത്. വളരെ പതുക്കെയാണെങ്കിലും നിന്റെ അരുവികൾ ഒഴുകണം. മറ്റുള്ളവർക്ക് നിന്റെ ഒഴുക്ക് ഒരു വിലയുള്ള കാര്യമല്ലായിരിക്കാം. അവരുടെ വാക്കുകളോ മനോഭാവങ്ങളോ ശ്രദ്ധിക്കരുത്. നീ ഒഴുകുവാൻ തീരുമാനിച്ചാൽ ചില പാറകൾ നമ്മുടെ മുൻപിൽ തകർന്നു പോകും. എല്ലാ ദിവസവും നമുക്ക് നല്ല തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും കെട്ടിക്കിടക്കുകയാണ്. നിന്റെ ഒഴുക്കിനെ നീ നഷ്ടപ്പെടുത്തരുത്. ഭക്ഷണ കാര്യങ്ങളിൽ, വ്യായാമത്തിൽ, എടുത്ത ചില തീരുമാനങ്ങളിൽ, നിന്റെ ശുശ്രൂഷകളിൽ, പ്രാർത്ഥനകളിൽ, എവിടെയെങ്കിലും നിന്റെ ഉത്സാഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവിടെയെല്ലാം ചലനങ്ങളുണ്ടാകണം. ചിലയിടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തുവാൻ സാധിക്കാത്ത മേഖലകൾ ഉണ്ടാകും. അവിടെയാണ് പാറകളെ തകർക്കുവാനുള്ള ദൈവകൃപ നമുക്ക് വേണ്ടത്. ദൈവകൃപയുണ്ടെങ്കിലേ നമുക്ക് ചലിക്കാനാകും. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമല്ല, ദൈവഹിതത്തിനനുസരിച്ച് നാം ഒഴുകണം. യെശയ്യാവ് 49:10. അവർക്ക് വിശക്കില്ല, ദാഹിക്കില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.